ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ കേട്ടോ. ഇന്ന് തിരുവോണമായിട്ട് എല്ലാവർക്കും എന്താ പ്ലാൻ? ഞാനും കുറച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ഓണസദ്യ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഓണസദ്യ ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് ഇന്നലെ നമ്മളൊരു ജംഗ്ഷനിൽ പോയിട്ടുണ്ടായിരുന്നു, പൂഴിക്കുന്നെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഒരുപാട് വലിയ പരിപാടികളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വൈകുന്നേരമാണ് കേട്ടോ. ഞാൻ അതൊന്ന് പോയി കണ്ടിട്ട് അതിൻ്റെ വീഡിയോ കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണേ. രാവിലത്തേക്ക് നമുക്ക് കഴിക്കാൻ ഇഡ്ഡലിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് ഒറ്റ സെറ്റ് വെച്ചാൽ മതിയാവുണ്ടോ. ഇഡ്ഡലി 2 പേരേ ഉള്ളൂ. പിന്നെ ഇഡ്ഡലി പൊടിയുണ്ട്, അതുപോലെ തന്നെ ചട്നി അരച്ച് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. ഇഡ്ഡലി ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് എളുപ്പമാവും. അത് കഴിഞ്ഞിട്ട് സദ്യക്കുള്ളത് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. ക്യാരറ്റ് കൊത്തമരിയും കൂടിയിട്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂട്ടുകറിയാണ് കേട്ടോ. കൂട്ടുകറിയുടെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അത് വേണ്ടവർ പോയൊന്ന് കണ്ടാൽ മതി. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മസാലക്കറിയാണ് കേട്ടോ. അത് ഞാൻ ഈ ഒരു സ്റ്റൈലിലാണ് വെക്കുക. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അവിടെ കാണിക്കുന്നത്. ഈ മസാലക്കറി സദ്യക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇനി അടുത്തത് ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ബീട്രൂട്ട് ഉപ്പേരി വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ പച്ചടി ഉണ്ടാക്കി കേട്ടോ. ഇന്നാണെങ്കിൽ മോര് കൊണ്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പച്ചടിയാക്കി. നെക്സ്റ്റ് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇഞ്ചിപ്പുളി വെച്ചു കേട്ടോ. ഇഞ്ചിപ്പുളി ആകുമ്പോഴത്തേക്കും നമുക്ക് അച്ചാറ് പോലെ തന്നെ ഒരു 3-4 ദിവസം റിപ്പീറ്റഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് കേട് വരില്ലല്ലോ. അപ്പോൾ ഇഞ്ചിപ്പുളിയും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ സേമിയ പായസം ഉണ്ടാക്കുന്നത്. അതിൽ നട്ട്സൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ തിരുവോണ സദ്യ. എല്ലാവർക്കും ഇഷ്ടമായോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂഴിക്കുന്ന ജംഗ്ഷനിൽ അത്തപ്പൂക്കളവും പിന്നെ അതുപോലെ തന്നെ തുമ്പിതുള്ളലും ആ ഒരു പരിപാടി കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. ഒരുപാട് സമയം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളത് കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് റയറായിട്ടുള്ളൊരു ആചാരമാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അത് കാണാൻ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.